നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ ക്ലാസ് 24-ാമത്തെയാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ കൂട്ടുകാരില്ലെങ്കിൽ കണ്ടു നോക്കുക. നമ്മുടെ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ പ്ലേലിസ്റ്റിൽ ക്ലാസ്സുകളെല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അധ്യാപക പരിശീലനം. പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്ന ശിശുവികാസം സാധ്യമാകണമെങ്കിൽ എന്ത് കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്? അതായത് പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? അധ്യാപികയും ശിശു സേവികയുമാണ്. അപ്പോൾ അവർക്ക് അതനുസൃതമായ ധാരണയും ശേഷിയും മനോഭാവവും ആവശ്യമാണ്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത, ശിശുവിൻ്റെ വികാസഘട്ടങ്ങളുടെ സവിശേഷതകൾ, ശിശു മനഃശാസ്ത്രം എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയവും സാമൂഹ്യ ബോധത്തിൽ അധിഷ്ഠിതവുമായ ധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രീ പ്രൈമറി മേഖലയിലെ പരിശീലനങ്ങളും പിന്തുണാ സംവിധാനങ്ങളും ചിട്ടപ്പെടുത്തേണ്ടത്. അതിൽ തന്നെ ആദ്യം കൊടുക്കുന്നത് എന്താണ്? പ്രീ സ്കൂൾ അധ്യാപക പരിശീലനമാണ്. അപ്പോൾ NCTE നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതാ മാനദണ്ഡങ്ങളാണ് താഴെ പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് NCTE എന്ന് പറഞ്ഞാൽ? NCTEയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. എന്താണ് NCTE? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പോൾ NCTE നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ, പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപികയ്ക്ക് 2 വർഷത്തെ പ്രീ സർവീസ് പരിശീലനം നൽകണം. പ്രായോഗിക അധിഷ്ഠിത പരിശീലനമാണ് നൽകേണ്ടത്. ഈ പരിശീലനം സാൻഡ്വിച്ച് രീതിയിലാണ് നൽകേണ്ടത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപികയ്ക്ക് 2 വർഷത്തെ പ്രീ സർവീസ് പരിശീലനം നൽകണം. പ്രായോഗിക അധിഷ്ഠിത പരിശീലനമാണ് നൽകേണ്ടത്. ശിശുവികാസ മനഃശാസ്ത്രം, ശിശുവികാസം, പോഷണം, ആരോഗ്യ പരിരക്ഷ, സാമൂഹ്യ ദാർശനിക അടിത്തറ, ശിശുപ്രവർത്തനങ്ങൾ, പഠന സങ്കേതങ്ങൾ തുടങ്ങിയ വിഷയത്തിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രീയ ദിശാബോധം നൽകുന്ന വിധത്തിൽ 6 മാസ പഠനം. അടുത്തത്, നേടിയ ധാരണകളുടെ പ്രയോഗത്തിനായി ഒരു പ്രീ സ്കൂൾ സ്ഥാപനത്തിൽ 6 മാസം പ്രവർത്തിക്കാൻ അവസരം നൽകുകയും പ്രവർത്തന രീതി മോണിറ്റർ ചെയ്യുകയും വേണം. സ്വയം വിലയിരുത്തലിനുള്ള ഉപാധികളും പ്രയോജനപ്പെടുത്തണം. ഇതൊരു വിദഗ്ധ മാർഗനിർദ്ദേശിത പരിപാടി ആയിരിക്കണം. അടുത്തത്, കളികൾ സംഘടിപ്പിക്കൽ, കളിപ്പാട്ട നിർമ്മാണം, പഠനോപകരണങ്ങൾ തയ്യാറാക്കൽ, സജ്ജീകരണങ്ങൾ ഒരുക്കൽ, താളം പാലിക്കൽ, ശാരീരിക ചലനങ്ങൾ, പരിസ്ഥിതി ബന്ധിത പഠനം, സ്വാഭാവിക സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തൽ, സാന്മാർഗിക കഴിവുകൾ മെച്ചപ്പെടുത്തൽ, രക്ഷാകർതൃബന്ധം സ്ഥാപിക്കൽ, സാമൂഹിക വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സാമഗ്രികൾ രൂപീകരിക്കൽ തുടങ്ങിയ മേഖലകളിലൂന്നി വീണ്ടും 6 മാസത്തെ വിദഗ്ധ പരിശീലനം. ഇപ്രകാരം നേടിയ സാങ്കേതിക പരിജ്ഞാനങ്ങളുടെ പ്രവർത്തന പരിശീലനത്തിനായി പ്രീ സ്കൂളിൽ വീണ്ടും 6 മാസം പരിശീലനം. ആഭ്യന്തര വിലയിരുത്തൽ, ബാഹ്യ വിലയിരുത്തൽ, എഴുത്തു പരീക്ഷ എന്നിവ നടത്തി അംഗീകൃത സാങ്കേതിക സർട്ടിഫിക്കറ്റ് നൽകുന്ന പരിശീലന സംവിധാനമാണ് ഒരുക്കേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് NCTE നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതാ മാനദണ്ഡങ്ങൾ. അടുത്തതാണ് ശിശു സേവിക പരിശീലനം. ശിശു സേവികയായി, അതായത് ഹെൽപ്പർ പ്രവർത്തിക്കുന്നവർക്ക് 1 വർഷത്തെ പ്രീ സർവീസ് പരിശീലനം ആവശ്യമാണ്. പ്രീ സ്കൂൾ അധ്യാപികയുടെ പരിശീലന ഉള്ളടക്കത്തെ സാമാന്യമായി പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം സ്ഥാപന നടത്തിപ്പ്, പോഷണം, ശുചിത്വം, രക്ഷാകർതൃ ബന്ധം, സ്നേഹപൂർണമായ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഊന്നൽ നൽകണം. 6 മാസത്തെ പഠനം, അതിൽ 3 മാസം പ്രീ സ്കൂളിൽ പ്രവർത്തിക്കൽ, അടുത്ത 3 മാസം വിലയിരുത്തലിനും മെച്ചപ്പെടുത്തലിനുമായിട്ടുള്ളതാണ്. ഇതിനുശേഷം ആഭ്യന്തര വിലയിരുത്തൽ, ബാഹ്യ വിലയിരുത്തൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അംഗീകൃത സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അടുത്തത്, ബ്രിഡ്ജ് കോഴ്സ്. അങ്കണവാടികൾ, ബാലവാടികൾ എന്നിവയിലെ വർക്കർമാർക്ക് ഹ്രസ്വകാല പരിശീലനവും ഓറിയന്റേഷനുമാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. പാഠ്യപദ്ധതി ഏകീകരണത്തിൽ ഈ സ്ഥാപനങ്ങളെ സംയോജിപ്പിക്കുന്നത് കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന വർക്കർമാർക്ക്, അതായത് അധ്യാപികയ്ക്ക് 6 മാസത്തെ സാൻഡ്വിച്ച് ട്രെയിനിങ് നൽകി ബ്രിഡ്ജ് കോഴ്സ്, പ്രീ പ്രൈമറി സ്കൂൾ കോഴ്സ് സർട്ടിഫിക്കറ്റുകൾ നൽകണം. അടുത്തത്, വിദൂര വിദ്യാഭ്യാസ രീതി. എന്താണ് വിദൂര വിദ്യാഭ്യാസ രീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിലവിൽ അധ്യാപകരായിരിക്കുന്നവർക്ക് നിശ്ചിത കാലയളവിനുള്ളിൽ പൂർത്തീകരിക്കേണ്ട ആവശ്യം പ്രവർത്തനങ്ങളടങ്ങിയ അസൈൻമെൻറ്റ് പാക്കേജുകൾ നൽകുകയും നിശ്ചിത സമയത്തിനുള്ളിലും മെച്ചപ്പെട്ട രീതിയിലും പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ
ക്രെഡിറ്റ് പോയിന്റ് നൽകുകയും ചെയ്തുകൊണ്ടുള്ള വിദൂര വിദ്യാഭ്യാസ രീതി നടപ്പാക്കണം. ആകാശവാണി, ദൂരദർശൻ, വിക്ടേഴ്സ്, ഇഗ്നോ ചാനൽ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള തുടർ പ്രക്ഷേപണ പരിപാടികൾ ആസൂത്രണം ചെയ്യണം. അടുത്തത് സേവനകാല പരിശീലനം. പ്രീ സ്കൂൾ അധ്യാപകരുടെ സേവനകാല പരിശീലനത്തിനായി SCERTയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല റിസോഴ്സ് ഗ്രൂപ്പ് രൂപീകരിക്കണം. പ്രതിമാസ ആസൂത്രണ, വിലയിരുത്തൽ, ശില്പശാലകൾ എന്നിവ നടത്തുകയും ഇൻ സർവീസ് പരിശീലനത്തിനുള്ള വിവിധ തന്ത്രങ്ങൾ രൂപീകരിക്കുകയും വേണം. ഏകദിന ശില്പശാലകൾ പഞ്ചായത്ത് തലത്തിൽ, ഉപജില്ലാ തലത്തിലും വേണം. വിവരസാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലനങ്ങൾ. പരിശീലനത്തിനായി വെബ്സൈറ്റ്, ദൃശ്യ ശ്രവ്യ സങ്കേതങ്ങൾ ഉപയോഗിക്കാം. തിരഞ്ഞെടുക്കാവുന്ന വിവിധയിനം പരിശീലന പാക്കേജുകൾ, മികച്ച സ്ഥാപനങ്ങൾ സന്ദർശനം തുടങ്ങിയ തന്ത്രങ്ങൾ സേവനകാല പരിശീലനത്തിനായി സ്വീകരിക്കാം. അടുത്ത ടോപ്പിക്കാണ് വിലയിരുത്തൽ. അപ്പോൾ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഭാവി സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യാധിഷ്ഠിതമായ പ്രവർത്തനമാണ് എന്ത്? വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവി സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യാധിഷ്ഠിതമായ പ്രവർത്തനമാണ് ഏത്? വിദ്യാഭ്യാസം. ഇനി ശിശു വിദ്യാഭ്യാസം ഏത് രീതിയിലാണ് നമ്മൾ നടത്തുന്നത്? അനൗപചാരിക രീതിയിലാണ് ശിശു വിദ്യാഭ്യാസം നടത്തുന്നത്. അപ്പോൾ അനൗപചാരിക രീതിയിലാണ് നടത്തപ്പെടുന്നതെങ്കിലും ശിശു വിദ്യാഭ്യാസത്തിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ശൈശവകാല പരിരക്ഷയും വിദ്യാഭ്യാസവും ഫലപ്രദമായി നിർവഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിൻ്റെ മികവിനെ അത് ബാധിക്കും. അപ്പോൾ ശൈശവകാലത്ത് കിട്ടേണ്ട വിദ്യാഭ്യാസം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? തുടർന്ന് അങ്ങോട്ടുള്ള വിദ്യാഭ്യാസം കുഞ്ഞിനെ ബാധിക്കുന്നതാണ് അല്ലേ? ശൈശവകാലം എന്നത് ഒരു വ്യക്തി രൂപപ്പെട്ടു തുടങ്ങുന്നതിൻ്റെ ആദ്യപടിയാണ് അല്ലേ? ശൈശവകാലം എന്നത് എന്താണ്? ഒരു വ്യക്തി രൂപപ്പെട്ടു തുടങ്ങുന്നതിൻ്റെ ആദ്യപടിയാണ്. ജന്മസിദ്ധമായ ചില പ്രത്യേകതകളും കുഞ്ഞിന് ലഭ്യമാകുന്ന സവിശേഷമായ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടും ചേർന്ന് പലവിധമായ താല്പര്യങ്ങൾക്കും പ്രവണതകൾക്കും തുടക്കമിടുന്ന ഘട്ടമാണ് ഏത്? ശൈശവ കാലഘട്ടം. അപ്പം നമ്മുടെ ശൈശവ കാലഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ച് വിലയിരുത്തൽ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? അവസ്ഥാ നിർണയം മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വിലയിരുത്തേണ്ടത്? കുഞ്ഞുങ്ങളെ വിലയിരുത്തുമ്പോൾ അവസ്ഥാ നിർണയം, അതായത് അസസ്മെൻറ്റ് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ വിധി പ്രസ്താവം എന്ന് വെച്ചാൽ എന്താണ്? ഇവാലുവേഷൻ കൂടി ഉൾപ്പെടുന്ന മൂല്യനിർണ്ണയമായി മാറരുത്. ഇനി വിലയിരുത്തൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം വിലയിരുത്തൽ ലക്ഷ്യങ്ങൾ? പ്രീ സ്കൂളിലെ കുഞ്ഞുങ്ങളെ എങ്ങനെ വിലയിരുത്തണമെന്നാണ് നമ്മൾ പറഞ്ഞത്? അവസ്ഥാ നിർണയം, അതായത് അസസ്മെൻറ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിലയിരുത്തൽ വഴി എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നേടാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഓരോ വികാസ മേഖലയിലും കുട്ടിയുടെ അവസ്ഥ എന്തെന്ന് തിരിച്ചറിയുക. എന്താണ്? ഓരോ വികാസ മേഖലയിലും കുട്ടിയുടെ അവസ്ഥ എന്തെന്ന് തിരിച്ചറിയുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിശു പ്രവർത്തനങ്ങളിൽ സന്ദർഭോചിതമായ മാറ്റങ്ങൾ അപ്പോൾ വരുത്തുക. ഓരോ ശിശുവിനും പ്രവർത്തനങ്ങളിൽ സജീവമായും മെച്ചപ്പെട്ട തോതിലും പങ്കെടുക്കുന്നതിനുള്ള സഹായവും പ്രോത്സാഹനവും നൽകുക. കുഞ്ഞുങ്ങളുടെ ശുചിത്വശീലങ്ങൾ, വ്യക്തിപരവും സാമൂഹികവുമായ മൂല്യങ്ങൾ എന്നിവയുടെ വികസനത്തിനുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും അവ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. കുഞ്ഞുങ്ങളുടെ വ്യക്തിപരമായ സവിശേഷതകൾ ഉൾക്കൊള്ളുകയും കഴിവുകൾ കണ്ടെത്തി അംഗീകരിക്കുകയും ചെയ്യുക. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ പരിരക്ഷയും പിന്തുണയും സഹായങ്ങളും നൽകുക. കുട്ടികളുടെ വികാസവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ലഭിക്കേണ്ട പരിഗണനകളും പരിരക്ഷയും ഏതു വിധമെന്ന് രക്ഷിതാക്കളുമായി പങ്കുവയ്ക്കുക. ഇതാണ് വിലയിരുത്തൽ ലക്ഷ്യങ്ങൾ. ഇനി വിലയിരുത്തൽ രീതിയും തന്ത്രങ്ങളും. കുഞ്ഞുങ്ങൾ ഉല്ലാസപൂർവ്വം കളികളിലും മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും കൂട്ടായ്മയുടെ ആനന്ദം അനുഭവിക്കുകയും ചെയ്യേണ്ട ഘട്ടമാണ് പ്രീ സ്കൂൾ. അപ്പം അവരിങ്ങനെ ഉല്ലസിക്കുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ
അവരുടെ പ്രവർത്തന ശേഷികളും താല്പര്യങ്ങളെയും മറ്റും വിലയിരുത്തുകയും അതിനുള്ള പോരായ്മകൾ അവർ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തായിരിക്കും അവർ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു യാന്ത്രികമായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ വേണം വിലയിരുത്താനായിട്ട്? അവർ അറിയാത്ത രീതിയിൽ അനൗപചാരികമായിട്ട് വേണം വിലയിരുത്താനായിട്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിലും കുട്ടി ആർജിക്കേണ്ട കഴിവുകൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തുന്ന അധ്യാപിക അറിഞ്ഞിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് വിലയിരുത്തുന്ന സമയത്ത്, അതായത് കുഞ്ഞുങ്ങളെ അസസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അറിയാത്ത രീതിയിൽ വേണം അവരെ അസസ്മെൻറ്റ് ചെയ്യാനായിട്ട്. അവരെ രക്ഷിതാക്കളിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവരെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിരീക്ഷണത്തിലൂടെ അവരെ വിലയിരുത്താനായിട്ട് സാധിക്കും. ഒരിക്കലും കുഞ്ഞറിയാൻ പാടില്ല അവരെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് പറഞ്ഞത്? അതായത് നിരീക്ഷണം, അനൗപചാരിക സംഭാഷണം എന്നിവ വഴിയാണ് എന്ത് ചെയ്യേണ്ടത്? വിവരങ്ങൾ ശേഖരിക്കേണ്ടത്. കുട്ടികൾക്കൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് അവരറിയാതെ ആണ് അവസ്ഥാനിർണയം അല്ലെങ്കിൽ അസസ്മെന്റ് നടത്തേണ്ടത്. കുട്ടികൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ തിട്ടപ്പെടുത്തുന്ന കാര്യത്തിൽ കുട്ടികളുടെ കളിപ്രവർത്തന മികവുകൾ, ഉൽപ്പന്നങ്ങൾ എന്നിവയും രക്ഷിതാക്കൾ നൽകുന്ന ഫീഡ്ബാക്കുകളെയും വിവേകപൂർവ്വം ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് വിലയിരുത്തൽ രീതിയും തന്ത്രങ്ങളും എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു കുഞ്ഞുങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് പറഞ്ഞത്. അവസ്ഥാ നിർണയം വഴി, അതായത് അസസ്മെന്റ് വഴിയാണ് വിലയിരുത്തേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ രീതിയാണ് ഉപയോഗിക്കേണ്ടത്? നിരീക്ഷണം, പിന്നെ എന്താണ്, അനൗപചാരിക സംഭാഷണം എന്നിവ വഴി വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് സാധിക്കും. പിന്നെയോ കുട്ടികൾക്കൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് അവരറിയാതെയാണ് അവസ്ഥാനിർണയം നടത്തേണ്ടത്. പിന്നെ എങ്ങനെയാണ് കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ തിട്ടപ്പെടുത്തുന്ന കാര്യത്തിൽ കുട്ടികളുടെ കളിപ്രവർത്തന മികവുകൾ, ഉൽപ്പന്നങ്ങൾ എന്നിവയും കൂടാതെ തന്നെ വേറെ എവിടെ നിന്നും കൂടി കിട്ടും? രക്ഷിതാക്കൾ നൽകുന്ന ഫീഡ്ബാക്കുകളെയും വിവേകപൂർവ്വം നമുക്ക് വിലയിരുത്താനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വികാസ നില പ്രകടമാക്കുന്ന തെളിവുകളായി തിരഞ്ഞെടുത്ത പഠനോൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ, അതായത് ചിത്രങ്ങൾ, കുഞ്ഞുങ്ങൾ വരച്ച ചിത്രങ്ങളും നിർമ്മാണങ്ങളൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്നും കുഞ്ഞുങ്ങളുടെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും, അവരെ വിലയിരുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സവിശേഷതകൾ, പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ടീച്ചർ പലപ്പോഴായിട്ട് നടത്തുന്ന രേഖപ്പെടുത്തലുകൾ, അതുപോലെ തന്നെ നിശ്ചിത വികാസ നില കൈവരിക്കുമ്പോൾ ടിക്ക് ചെയ്യാവുന്ന ചെക്ക് ലിസ്റ്റുകൾ, ഇതിൽ നിന്നെല്ലാം നമുക്ക് ആ കുഞ്ഞിനെ അസസ്മെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവസ്ഥാനിർണയം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ചുരുക്കത്തിൽ എന്ത് പറയാം? പ്രീ സ്കൂൾ ഘട്ടത്തിലെ വിലയിരുത്തൽ എങ്ങനെയാണെന്ന് പറയാം. അതൊരിക്കലും എങ്ങനെയാവാൻ പാടില്ല? ഔപചാരികമായ ലേഖന വാചിക പരീക്ഷകളോ മാർക്കോ ഗ്രേഡോ നൽകലോ ആവരുത്, അല്ലേ? ഇത് അനൗപചാരിക കാര്യമാണ്, അനൗപചാരിക വിലയിരുത്തലാണ്, അല്ലേ? ഔപചാരികമായ ലേഖന വാചിക പരീക്ഷകളോ മാർക്കോ ഗ്രേഡോ ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. അത് കുട്ടികളെ തരം തിരിക്കാനോ താരതമ്യം ചെയ്യാനോ ഉള്ള ഉപാധിയാവരുത്. അതുപോലെ തന്നെ പോരായ്മകൾ കണ്ടെത്തി കുട്ടിയെ അറിയിക്കാനോ ആത്മവിശ്വാസം കെടുത്താനോ ഉള്ള പദ്ധതിയുമാവരുത്. തീർത്തും അനൗപചാരികവും വികസനോന്മുഖവും ശിശുവികാസത്തെ ത്വരിതപ്പെടുത്താനുമുള്ള ഒരു പ്രക്രിയ മാത്രമായിരിക്കണം വിലയിരുത്തൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വിലയിരുത്തേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? അനൗപചാരികമായിട്ടാണെന്ന്. ആ ഒരു വാക്ക് ഓർത്തിരിക്കണം കേട്ടോ. ശിശുക്കളുടെ വികാസ പ്രക്രിയയിൽ പ്രഥമ സ്ഥാനം എന്തിനാണ്? പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനാണ് ഉള്ളത്. നമ്മൾ ക്ലാസ് എടുത്ത് അന്ന് മുതൽ പറയുന്നതാണ്, ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈം എന്ന് പറയുന്നത് എന്താണ്? 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള കാലഘട്ടമാണ്. അതേതാണ്? പ്രീ സ്കൂൾ ഏജ് ആണെന്ന്, അല്ലേ? പ്രീ സ്കൂൾ പ്രായമാണെന്ന് പറഞ്ഞു. അപ്പം കുട്ടിയിൽ അന്തർലീനമായ കർമ്മശേഷികളും വൈഭവങ്ങളും രൂപപ്പെടുന്നതും അവ ഭാവി ജീവിതത്തിന് അടിസ്ഥാന ശിലയാകുന്നതും ശൈശവകാലത്തെ അനുഭവങ്ങൾ വഴിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 അടിസ്ഥാനത്തിൽ 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ പരിചരണവും വിദ്യാഭ്യാസവും ഏറ്റെടുത്ത് നടത്താനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. ഇനി നമുക്ക് നിലവിലുള്ള പ്രീ സ്കൂൾ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെയാണ് ECS ശൈശവകാല പ്രചോദിത പ്രവർത്തന കേന്ദ്രങ്ങൾ. ശൈശവകാല പ്രചോദിത പ്രവർത്തന കേന്ദ്രങ്ങൾ ECS
ഏർലി ചൈൽഡ്ഹുഡ് സർവീസ്. ഏർലി ചൈൽഡ്ഹുഡ് സർവീസ് എന്തായിരിക്കും ECS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ECS എന്ന് വെച്ചാൽ എന്താണ്? ശൈശവകാല പ്രചോദിത പ്രവർത്തന കേന്ദ്രങ്ങൾ. 3 വയസ്സിന് താഴെയുള്ള ശിശുക്കളുടെ പരിചരണം, സംരക്ഷണം എന്നിവയ്ക്കായി സ്വകാര്യ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന കേന്ദ്രങ്ങളാണ് ഏത്? ECS, ശൈശവകാല പ്രചോദിത പ്രവർത്തന കേന്ദ്രങ്ങൾ. എന്താണ്? 3 വയസ്സിന് താഴെയുള്ള ശിശുക്കളുടെ പരിചരണം, സംരക്ഷണം എന്നിവയ്ക്കായി സ്വകാര്യ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന കേന്ദ്രങ്ങൾ. ഡേ കെയറൊക്കെ ഇല്ലേ, നമ്മൾ കുഞ്ഞുങ്ങളെ അംഗനവാടിയിൽ വിടണേക്കാൻ മുമ്പ് ഇപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ എന്തായിരിക്കും 6 മാസം ആകുമ്പോഴേക്കും സ്കൂളുകൾ ഇതേപോലെ ഡേ കെയറിലൊക്കെ കൊണ്ടുവന്ന് ആക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 3 വയസ്സിന് താഴെയുള്ള ശിശുക്കളുടെ പരിചരണവും സംരക്ഷണം എന്നിവയ്ക്കായി സ്വകാര്യ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന കേന്ദ്രങ്ങളാണ് ഏത്? ECS, ഏർലി ചൈൽഡ്ഹുഡ് സർവീസ്. ECSന് ഉദാഹരണങ്ങൾ ഏതൊക്കെയായിരിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡേ കെയർ വരും, അതുപോലെ തന്നെ പ്ലേ സ്കൂള്, പിന്നെന്താണ് ക്രഷുകൾ, പിന്നെന്താണ് വികസന വ്യതിയാനമുള്ള കുട്ടികളുടെ ഇടപെടൽ കേന്ദ്രങ്ങൾ, ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ. വികസന വ്യതിയാനമുള്ള കുട്ടികളുടെ ഇടപെടൽ കേന്ദ്രങ്ങൾ, ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ. ഇതെല്ലാമാണ് എന്തിൽ പെടുന്നത്? ECS വിഭാഗത്തിൽ പെടുന്നത്. ഏതൊക്കെയാണ് ECS വിഭാഗത്തിൽ? ഏർലി ചൈൽഡ്ഹുഡ് സർവീസ് അഥവാ ശൈശവകാല പ്രചോദിത പ്രവർത്തന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? വികസന വ്യതിയാനമുള്ള കുട്ടികളുടെ ഇടപെടൽ കേന്ദ്രങ്ങൾ, ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ, പ്ലേ സ്കൂള്, ക്രഷുകൾ, ഡേ കെയർ സെൻറ്ററുകൾ. ഓക്കെ, അടുത്തതാണ് ECCE, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ECCE, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ശൈശവകാല പരിചരണ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. എന്താണ്? ശൈശവകാല പരിചരണ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. ഇനി അതെന്തായിരിക്കും ECCE? സംയോജിത ശിശു വികസന പരിപാടിയിൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി നടത്തുന്ന അങ്കണവാടികൾ, മറ്റു വകുപ്പുകളുടെ നഴ്സറികൾ, ബാലവാടികൾ, ജയിൽ വകുപ്പിൻ്റെ കീഴിലുള്ള നഴ്സറി സ്കൂളുകൾ എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നു. അപ്പം ECCE, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ശൈശവകാല പരിചരണ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി നടത്തുന്ന ഏതൊക്കെ വരും? അങ്കണവാടികൾ, പിന്നെന്താണ് മറ്റു വകുപ്പുകളുടെ കീഴിൽ വരുന്നത്, അതായത് CSE or ST, LGS എക്സെട്ര അവരുടെ കീഴിൽ വരുന്ന നഴ്സറികൾ, ബാലവാടികൾ, പിന്നെയോ ജയിൽ വകുപ്പിൻ്റെ കീഴിലുള്ള നഴ്സറി സ്കൂളുകൾ എന്നിവയെല്ലാം ഏത് വിഭാഗത്തിൽ പെടുന്നു? ശൈശവകാല പരിചരണ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്, ECCE. അപ്പം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം 3 വയസ്സിന് താഴെയുള്ളതാണെങ്കിൽ ഏതിൽ പെടും? ECSലും. ഇനി 3 വയസ്സിനും 6 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ ECCEലും എന്ന വിഭാഗത്തിലും പെടുന്നു. ഇനി അടുത്തതാണ് ശൈശവകാല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ECL അഥവാ പ്രീ പ്രൈമറി ഓർ നഴ്സറി സ്കൂൾ. അപ്പോൾ ഈ വിഭാഗത്തിൽ പെടുന്നത് എന്തായിരിക്കും? അതായത് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് ഗവൺമെൻറ് എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളിനോടനുബന്ധിച്ചും അല്ലെങ്കിലോ വ്യത്യസ്ത ധാരാ സ്കൂളുകളോടനുബന്ധിച്ചും വ്യക്തികളും സംഘടനകളും ഒറ്റപ്പെട്ട നിലയിൽ നടത്തി വരുന്നതാണ് ഏത്? ഈ പ്രൈമറി അല്ലെങ്കിൽ നഴ്സറി സ്കൂൾ വിഭാഗത്തിൽ പെടുന്നത് ഏതാണ്? ECLൽ, ശൈശവകാല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ECLൽ വരുന്നത്. ഇതിനൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നതാണ് സർക്കാർ സ്കൂളിനോടനുബന്ധിച്ച് PTA നടത്തുന്ന പ്രീ പ്രൈമറി സ്കൂൾ എന്തിൽ പെടുന്നതാണ്? ECLൽ പെടുന്നതാണ്. ECLൽ പെടുന്നതിന് ഒരു ഉദാഹരണം പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നത് ഏതാണ്? അതായത് നമ്മുടെ സർക്കാർ സ്കൂളിനോടനുബന്ധിച്ച് PTA ഒരു പ്രീ പ്രൈമറി സ്കൂൾ നടത്തുന്നുണ്ടാവും. ആ സ്കൂൾ എന്തിനുള്ള ഉദാഹരണമാണ്? ECL അഥവാ ശൈശവകാല വിദ്യാഭ്യാസ കേന്ദ്രത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അടുത്തത് സംസ്ഥാനതല പ്രീ സ്കൂൾ ഭരണ സംവിധാനം. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 സെക്ഷൻ 2-ൽ 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിരക്ഷയും വിദ്യാഭ്യാസവും നൽകുന്നതിനുള്ള ക്രമീകരണം
ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ചുമതലയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് 3 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ ശൈശവകാല പരിരക്ഷയും വിദ്യാഭ്യാസവും നൽകുന്നതിനുള്ള ക്രമീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരുടെ ചുമതലയാണ്? കുട്ടികൾക്ക് ആ ഒരു കാര്യം കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. കേരള വിദ്യാഭ്യാസ അവകാശ ചട്ടപ്രകാരം പാഠ്യപദ്ധതി രൂപീകരിക്കുന്നതിനും പരിശീലന കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിനുമായുള്ള അക്കാദമിക ചുമതല ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? SCERTക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓർത്തിരിക്കേണ്ട പോയിന്റാണ്. എന്താണ്? കേരള വിദ്യാഭ്യാസ അവകാശ ചട്ടപ്രകാരം പാഠ്യപദ്ധതി രൂപീകരിക്കുന്നതിനും പരിശീലന കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിനുമായുള്ള അക്കാദമിക ചുമതല ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? SCERTക്കാണ്. അപ്പോൾ പാഠപുസ്തക രൂപീകരണം ആരാണ് നടത്തുന്നതെന്ന് ഓർത്തിരിക്കണം. ആരാണ്? SCERT ആണ്. ഇനി പ്രീ സ്കൂൾ സ്ഥാപന നിയന്ത്രണം, അംഗീകാരം, ഏകോപനം തുടങ്ങിയവ നിർവഹിക്കുന്നതിനുള്ള ചുമതലയും പാഠ്യപദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനായി പ്രീ സ്കൂളുകൾക്ക് അംഗീകാരം നൽകുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള അധികാരവും നിർവഹണ ഏജൻസി എന്ന നിലയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് ഉത്തരവാദിത്തമുള്ളത്. എന്താണ് പറഞ്ഞത്? പ്രീ സ്കൂൾ സ്ഥാപന നിയന്ത്രണം, അംഗീകാരം, ഏകോപനം തുടങ്ങിയവ നിർവഹിക്കുന്നതിനുള്ള ചുമതലയും പാഠ്യപദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനായി പ്രീ സ്കൂളുകൾക്ക് അംഗീകാരം നൽകുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള അധികാരവും നിർവഹണ ഏജൻസി എന്ന നിലയിൽ ആർക്കാണ്? പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് ഉത്തരവാദിത്തമുള്ളത്. ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ സഹായിക്കണം. ഓക്കെ. ഇനി ഒരു പ്രീ സ്കൂളിന് അംഗീകാരം കിട്ടേണ്ടത് അല്ലെങ്കിൽ അംഗീകാരം എങ്ങനെയാണ് കിട്ടുക? സർക്കാർ നേരിട്ട് നടത്തുന്നതോ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്നതോ ആയ പ്രീ സ്കൂൾ ഒഴികെ മറ്റെല്ലാ പ്രീ സ്കൂളുകളും സർക്കാർ നിശ്ചയിക്കുന്ന അധികാരിയിൽ നിന്ന് അംഗീകാരം നേടണം. അംഗീകാരത്തിനായി നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷയും അതിനൊപ്പം സർക്കാർ നിർദ്ദേശിക്കുന്ന ആവശ്യ സൗകര്യങ്ങളും പഠനാന്തരീക്ഷവും ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്ന നിയതമായ അനുബന്ധ രേഖകളും സമർപ്പിക്കണം. ഇനി അംഗീകാരത്തിനായിട്ട് പാലിക്കേണ്ട പ്രധാന നിബന്ധനകൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? സ്ഥാപനം കുട്ടികൾക്കായുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നവയും ഭരണഘടനാ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കുന്നവയുമാകണം. സ്ഥാപനം എങ്ങനെയുള്ളതായിരിക്കണം? കുട്ടികൾക്കായുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നവയും ഭരണഘടനാ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കുന്നവയുമാകണം. രണ്ടാമത്തെ പോയിന്റ്, പാഠ്യപദ്ധതി അനുബന്ധ നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള ഭൂവിസ്തൃതി, കെട്ടിട വിസ്തൃതി, സ്ഥല സൗകര്യങ്ങൾ, ഉപകരണങ്ങൾ, സംവിധാനങ്ങൾ തുടങ്ങിയവ ഉറപ്പുവരുത്തിയിട്ടുണ്ടാവണം. മൂന്നാമത്തെ പോയിന്റ്, മാതൃഭാഷ ബോധന മാധ്യമമായി സ്വീകരിക്കണം. അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:15 എന്നായി നിജപ്പെടുത്തണം. സ്ഥാപനത്തിൽ അംഗീകൃത ശേഷിയിലധികം കുട്ടികളെ പ്രവേശിപ്പിക്കാൻ പാടുള്ളതല്ല. ആവശ്യമായ ജീവനക്കാരെ നിയോഗിക്കേണ്ടതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും പ്രത്യേക ആവശ്യമുള്ള കുട്ടികൾക്ക് പരിഗണന നൽകുന്നതുമാകണം. ഭൗതിക സൗകര്യങ്ങൾ തടസ്സവിമുക്തവും ശിശു സൗഹാർദ്ദപരമായി ചിട്ടപ്പെടുത്തണം. ചുമതലപ്പെടുത്തിയ അധികാരികൾക്ക് പരിശോധനയ്ക്ക് സ്ഥാപനം തുറന്നു നൽകണം. ശിശുക്കൾക്കുള്ള പ്രവേശനം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയായി നിജപ്പെടുത്തേണ്ടതാണ്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസ കേന്ദ്രം ഇക്കാര്യത്തിലല്ലാതെ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അംഗീകാരം ലഭിക്കുന്ന സ്ഥാപനം തദ്ദേശ സ്ഥാപനങ്ങളെ നിയമാനുസൃതം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മോണിറ്ററിംഗ്, കുട്ടികളുടെ അവസ്ഥാ വിശകലനം തുടങ്ങിയവയ്ക്കായി ആവശ്യപ്പെടുന്ന രേഖകൾ നൽകേണ്ടതാണ്. സർക്കാർ നിർദ്ദേശിക്കുന്ന രേഖകളും രജിസ്റ്ററുകളും കൃത്യമായി എഴുതി സൂക്ഷിക്കണം. അംഗീകൃത പാഠ്യപദ്ധതിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള പഠന രീതികൾ, പരിചരണ സേവനങ്ങൾ, രക്ഷാകർതൃ പങ്കാളിത്തം തുടങ്ങി നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കണം. പിന്നെയോ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന അധ്യാപികയ്ക്കും ശിശു സേവകയ്ക്കും നിശ്ചിത യോഗ്യത ഉണ്ടായിരിക്കണം. പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയോടും ജാതി, മതം, ലിംഗം, ശാരീരിക മാനസിക സവിശേഷതകൾ, ഭാഷ, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടുള്ളതല്ല.
അടുത്ത പോയിന്റ് എന്താണ്? പ്രവേശന സമയത്ത് സ്കൂൾ ആരോഗ്യ പരിപാടിയിലോ ICDS പദ്ധതിയിലോ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഹെൽത്ത് കാർഡ് ഉപയോഗിച്ച് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതാണ്. ഔപചാരിക വിദ്യാഭ്യാസം നടത്താനോ കുട്ടികളെ എഴുത്തു പരീക്ഷ, മറ്റ് ഔപചാരിക പരീക്ഷകൾ എന്നിവയ്ക്ക് വിധേയമാക്കാനോ പാടുള്ളതല്ല. കളി രീതിയിലുള്ള പഠനമാണ് അനുവർത്തിക്കേണ്ടത്. ഓർത്തിരിക്കേണ്ട പോയിന്റാണ് കേട്ടോ. ഔപചാരിക വിദ്യാഭ്യാസം നടത്താനോ കുട്ടികളെ എഴുത്തു പരീക്ഷ, മറ്റ് ഔപചാരിക പരീക്ഷകൾ എന്നിവയ്ക്ക് വിധേയമാക്കാനോ പാടുള്ളതല്ല. കളി രീതിയിലുള്ള പഠനമാണ് അനുവർത്തിക്കേണ്ടത്. കുട്ടികൾക്കുള്ള യാതൊരുവിധ ശിക്ഷകളും പാടുള്ളതല്ല. മുഴുവൻ കുട്ടികൾക്കും ഭക്ഷണം, ശുദ്ധജലം, ശുചിത്വ സൗകര്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓരോ പ്രായ വിഭാഗത്തിലും ഗ്രൂപ്പുകളിലും പെടുന്ന കുട്ടികളെ വർഷക്രമം അനുസരിച്ച് പ്രീ സ്കൂൾ 1, പ്രീ സ്കൂൾ 2, പ്രീ സ്കൂൾ 3 എന്നിങ്ങനെയുള്ള ക്ലാസ്സുകളായി തരംതിരിക്കേണ്ടതാണ്. കുട്ടികളുടെ യാത്രയ്ക്കായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സ്കൂൾ വാഹന നിയമം പാലിക്കേണ്ടതാണ്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അപായങ്ങളിൽ നിന്നും രക്ഷ നൽകും വിധം സ്ഥാപനങ്ങൾ രൂപപ്പെടുത്തേണ്ടതാണ്. അടുത്തത് തദ്ദേശ സ്ഥാപന തല രജിസ്ട്രേഷൻ. കുട്ടികളുടെ വികാസം, പോഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം നിർണായകമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് റൂൾ 8 അയൽപക്ക വിദ്യാലയം, വിദ്യാലയ മാപ്പിംഗ്, ശിശുക്കളുടെ സ്ഥിതിവിവര കണക്കുകൾ, അവസ്ഥ വിശകലനം തുടങ്ങിയവ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ എല്ലാ പ്രീ സ്കൂളുകളും അംഗീകാരം നേടിയ ശേഷം തദ്ദേശ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അംഗീകാരം കൂടാതെയുള്ള രജിസ്ട്രേഷൻ അനുവദനീയമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.